ഓക്കെ, ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരെയും തന്നെ നമ്മുടെ വീക്ക്ലി കറണ്ട് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഴുതാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ ഉപകാരപ്രദമാകും. അപ്പോൾ MCQ ടൈപ്പായിട്ടാണ് നമ്മൾ ഈ പറയുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ താഴെ കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, പ്രധാനമായിട്ട് PSC ഒക്കെ പഠിക്കുന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് മറ്റും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ MLA-മാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ട് ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലിന്റെ പേരെന്തായിരുന്നു എന്നുള്ളതാണ്. അല്ലെ, എന്താണ് കേരളത്തിലെ MLA-മാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഡിജിറ്റൽ പോർട്ടലിന്റെ പേരെന്താണെന്നുള്ളതാണ്. അല്ലെ, ഡിജിറ്റൽ പോർട്ടലിന്റെ പേര് എന്താണ്? അതിന്റെ പേര്, അതിന്റെ പേരാണ് MLAtrack.com എന്ന് പറയുന്നത്. അല്ലെ, എന്താണത്? MLAtrack.com എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചു പോയിട്ടുണ്ടായിരുന്ന MLA-മാരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനായിട്ട്, അതായത് അവരുടെ ദൈനംദിന ഇടപെടലുകൾ, അവരുടെ ഹാജര്, അതേപോലെ തന്നെ ഒരു സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന MLAtrack.com എന്ത് ചെയ്യുന്നത്, ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അറ്റൻഡൻസും അവരുടെ ഈ പറയുന്ന നിയമസഭയിലെ ഇടപെടലുകളും ദൈനംദിനമായിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ പേരെന്താണ്? MLA ട്രാക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ MLAtrack.com അല്ലെ, MLAtrack ചെയ്യുക, MLAtrack.com എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഡിജിറ്റൽ ഒരു പോർട്ടലാണ്. ഏതായത് MLA-മാരുടെ വിവരങ്ങളെ വിലയിരുത്തുന്നതിനായിട്ടുള്ള ആദ്യ ഒരു ഡിജിറ്റൽ പോർട്ടലും കൂടിയായിരുന്നു എന്ന് പറയുന്നത് ഈ MLAtrack.com എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്കോൾ 1 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ആരംഭിച്ചിട്ടുണ്ടായ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. നിങ്കോൾ 1 ഇനിഷ്യേറ്റീവ്. നിങ്കോൾ എന്ന് പറയുന്ന ഭാഷ സത്യം പറഞ്ഞാൽ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? നിങ്കോൾ എന്നത് മണിപ്പൂരിലെ ഭാഷയാണ്. നിങ്കോൾ എന്ന മണിപ്പൂരി ഭാഷയ്ക്ക് അർത്ഥം ഈ പറയുന്ന പെൺകുട്ടി, കല്യാണം കഴിച്ചിട്ടുണ്ടായ സ്ത്രീ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ നിങ്കോൾ 1 ഇനിഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വനസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക, വെറുതെയുള്ള ജനപങ്കാളിത്തമല്ല, സ്ത്രീകളുടെ പങ്ക് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മണിപ്പൂർ തുടങ്ങി വെച്ചിട്ടുണ്ടായ ഇനിഷ്യേറ്റീവ് ആണ് ഈ പറയുന്ന നിങ്കോൾ 1 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അല്ലെ, നിങ്കോൾ 1 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകളുടെ പങ്കാളിത്തം വനസംരക്ഷണത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെ, മണിപ്പൂരിന്റെ ജോഗ്രഫി എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം 10-72% വരുന്ന അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും വനങ്ങളാൽ നിബിഡമാണ് എന്നുള്ളതാണ്. അല്ലെ, വനങ്ങളാൽ നിബിഡമാണ് എന്നുള്ളതാണ്. അല്ലെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചെറിയ നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന ബില്ല് ഏതാണെന്നുള്ളതാണ്. അല്ലെ, ചെറിയ നിയമലംഘനം, അതായത് ഈ നിയമലംഘനങ്ങൾ എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുക, മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള നിയമലംഘനങ്ങളൊക്കെ ചെറിയ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ബില്ലെന്ന് ആലോചിച്ചാൽ മതി. ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബില്ല് എന്താണ്? അതിന്റെ ബില്ലിന്റെ പേര് ജൻവിശ്വാസ് ബില്ല് എന്നുള്ളതാണ്. അല്ലെ, ജൻവിശ്വാസ് ഭേദഗതി ബില്ല് എന്നുള്ളതാണ്. ജൻവിശ്വാസ് ഭേദഗതി ബില്ല് എന്നുള്ളതാണ്. അതായത് നിയമലംഘനങ്ങളെ ഈ പറയുന്ന ചെറിയ ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായിട്ട് ഏകദേശം 23 മന്ത്രാലയങ്ങൾക്ക് കീഴിൽ 79 കേന്ദ്ര നിയമങ്ങളിലായിട്ട് 754 ഭേദഗതികൾ വരുത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. അല്ലെ, ജൻവിശ്വാസ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് 23 മന്ത്രാലയങ്ങൾക്ക് കീഴിൽ 79 കേന്ദ്ര നിയമങ്ങളിലായിട്ട് 754 ഭേദഗതികൾ വരുത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. അല്ലെ, എന്താണത്? ജൻവിശ്വാസ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അടുത്തത് തുങ്സുക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണെന്നുള്ളത്. തുങ്സുക. നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ ഇന്ത്യ ആയുധ കരാറുകൾ ഒപ്പുവെക്കുന്ന ഏത് രാജ്യവുമായിട്ടായിരിക്കും? ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഈ പറയുന്ന ചെറിയ മിസൈലുകളായിക്കോട്ടെ, ഹെലികോപ്റ്ററുകളൊക്കെ ആണെങ്കിൽ നമുക്കത് അമേരിക്കയാണെന്ന് പറയാം. അല്ലെ, ഇനി മേടിക്കുന്നത് റഫേൽ പോലുള്ള വിമാനങ്ങളൊക്കെ ആണെങ്കിൽ എന്താണെന്ന് പറയാം? അത് ബ്രിട്ടൻ ആണെന്ന് പറയാം. ബ്രിട്ടൻ, ഫ്രാൻസ് ആണെന്ന് പറയാം. ഇനി ഏറ്റവും കൂടുതൽ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇറക്കുമതി ചെയ്യുന്ന ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്നാണ്, അത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ അത്തരത്തില് തുങ്സുവ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മുടെ ഈ പറയുന്ന S-400 പോലെ മിസൈൽ സിസ്റ്റം സംവിധാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാകുന്നത് റഷ്യയിൽ നിന്നാണ്. അല്ലെ,
പറയുന്ന എന്താണ് സുദർശന ചക്രയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. പ്രധാനമായിട്ടും ഡ്രോണുകളെയും ക്രൂസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള മിസൈൽ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് തുങ്സുക എന്ന് പറയുന്നത് അല്ലെ. എന്താണത്? ഈ പറയുന്ന ഡ്രോണുകളെയും ക്രൂസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തെ വിളിക്കുന്ന പേരായിരുന്നു ഈ പറയുന്ന തുങ്സുക എന്ന് പറയുന്നത്. അത് റഷ്യയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മേടിക്കുന്നത്, റഷ്യയിൽ നിന്ന്. അടുത്തത് 2026 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ട് വരുന്നത് ആരാണെന്നുള്ളതാണ്. 2026 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ട് വരുന്നത് ആരാണ്? ആരായിരിക്കാം വരിക? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കാം? ആഷ്ലി വെസ്റ്റ്വുഡ് ആണ് അല്ലെ. ആരാണത്? ആഷ്ലി വെസ്റ്റ്വുഡ് ആണെന്നുള്ളതാണ്. അടുത്തതാണ് 2026 അബേൽ സമ്മാനം നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. 2026 അബേൽ സമ്മാനം മാത്തമാറ്റിക്സിന്റെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന സമ്മാനമാണ് അല്ലെ. മാത്തമാറ്റിക്സ് നൽകുന്ന, അതായത് കണക്കിന് നമ്മൾ പൊതുവെ നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് കണക്കിലെ എന്താണ് നൊബേൽ സമ്മാനം എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന സമ്മാനമാണ് ആബേൽ പ്രൈസ് എന്ന് പറയുന്നത്. ആബേൽ പ്രൈസ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ആബേൽ പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആരായിരിക്കാം? ആരാണിത്? ഈ പറയുന്ന ഗഡ് ഫാൾട്ടിങ്സ് ആണ് അല്ലെ. ഈ പറയുന്ന ഗർഡ് ഫോൾട്ടിങ്സ് ആണ് എന്നുള്ളതാണ്. ഗർഡ് ഫോൾട്ടിങ്സ്. ഓക്കെ അല്ലെ. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ജർമ്മൻകാരനും കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അല്ലെ. ഈ സമ്മാനം നേടുന്ന ആദ്യത്തെ ജർമ്മൻകാരനും കൂടിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗർഡ് ഫോൾട്ടിങ്സ് എന്ന് പറയുന്ന വ്യക്തി. ജർമ്മൻകാരനും കൂടിയാണ് അദ്ദേഹം, ജർമ്മൻകാരൻ. ഓക്കെ അല്ലെ. അടുത്ത് നോക്കുക, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായിട്ട് ഉണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. സോളിസിറ്റർ ജനറൽ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം അല്ലെ. സോളിസിറ്റർ ജനറൽ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നിയമിതനായത് ആരാണെന്നുള്ളതാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ അല്ലെ. അത് ആരായിരിക്കാം? സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ താഴെയുള്ള പൊസിഷനാണ് അല്ലെ. അറ്റോർണി ജനറലിന് തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റാണ് അല്ലെ. ഈ പറഞ്ഞ അറ്റോർണി ജനറൽ താഴെയുള്ള രാജ്യത്തെ തന്നെ രണ്ടാമത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനെയാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അറ്റോർണി ജനറൽ സഹായിക്കുക എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ എന്ത് ചെയ്യുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത്, ചുമതല എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് തുഷാർ മേത്തയാണ് അല്ലെ. ആരാണത്? തുഷാർ മേത്തയാണ് അല്ലെ. തുഷാർ മേത്തയാണ്. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ട് ഇപ്പൊ നിയമിതനായിട്ട് ഉണ്ടായിരുന്ന ആരാണ്? കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആരായിരിക്കും? അത് അഡ്വക്കേറ്റ് പി ശ്രീകുമാർ ആണ്. അഡ്വക്കേറ്റ് പി ശ്രീകുമാർ ആണ്. ഓക്കെ അല്ലെ. അടുത്തത് ജമ്പ് സ്റ്റാർട്ട് അപ്രോച്ച് വഴി GIB കുഞ്ഞ് ജനിച്ചത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ് GIB? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നുള്ളതാണ് അല്ലെ. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയാൻ ഈ പറയുന്ന ഗുജറാത്തിലേക്ക് പറയുന്ന ഡെസേർട്ട് നാഷണൽ പാർക്കിലൊക്കെ ഡെസേർട്ട് നാഷണൽ പാർക്കിൽ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. രാജസ്ഥാന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ്. രാജസ്ഥാന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കുഞ്ഞു ജനിച്ചത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? രാജസ്ഥാന്റെ സ്റ്റേറ്റ് ബേർഡ് ആണെന്നുള്ളതാണ്. പക്ഷെ മനസ്സിലേക്ക് എത്തേണ്ടത് രാജസ്ഥാൻ അല്ല. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം, രാജസ്ഥാൻ, ഗുജറാത്ത് വനംവകുപ്പുകൾ ചേർന്നുകൊണ്ട് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായിട്ട് നടത്തിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിൽ വെച്ചാണ് അല്ലെ. എവിടെയാണ്? ഗുജറാത്തിൽ വെച്ചാണ്. ഗുജറാത്ത്. ഓക്കെ അല്ലെ. ഓക്കെ അല്ലെ. അപ്പൊ രാജസ്ഥാന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ്. പക്ഷേ ഈ ചോദ്യം അനുസരിച്ചാണെങ്കിൽ ജമ്പ് സ്റ്റാർട്ട് അപ്രോച്ച് വഴി ഈ പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണത്? അത് ഗുജറാത്തിലാണ്. എവിടെയാണത്? ഗുജറാത്തിലാണ്. വീഡിയോ ഓക്കെ അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് 2027 ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു എന്നുള്ളത് അല്ലെ ആരാണ് എന്നുള്ളതാണ്. 2027 ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആരാണ്? പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. സാൻഡ് ആർട്ടിസ്റ്റ് അല്ലെ. പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന സുദർശൻ പട്നായിക് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2027 ഡിജിറ്റൽ സെൻസസ് ആണ്. ഡിജിറ്റൽ സെൻസസ് ആദ്യമായിട്ട് നടത്തുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ് അല്ലെ. ഏതാണത്? ബംഗ്ലാദേശ് ആണ്. അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഡിജിറ്റൽ സെൻസസ് നടത്തുന്നത് എന്നുള്ളതാണ് അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തിന് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് പഠിക്കണമെന്ന് സംശയം വരാം. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായിട്ട് മാറാൻ ലക്ഷ്യമിടുന്ന നമ്മുടെ ഉത്തർപ്രദേശിലെ എന്താണ് ഗൗതമ ബുദ്ധ നഗറിൽ
ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത്. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം മനസ്സിലാകുന്നുണ്ടോ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറാൻ വേണ്ടി പോകുന്ന വിമാനത്താവളമാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അത് എവിടെയാണത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ എവിടെയായിട്ട് വരും ചോദിച്ചാൽ ഗൗതമ ബുദ്ധ നഗറിൽ വരും. ഗൗതമ ബുദ്ധ നഗറിൽ വരും, അല്ലെങ്കിൽ ഗൗതം ബുദ്ധ നഗറിൽ എന്ത് ചെയ്യും വരും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഗൗതം ബുദ്ധ നഗറിൽ വരും. അടുത്തത് മെറ്റയ്ക്ക് പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്ന അമേരിക്കൻ സംസ്ഥാനം ഏതായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മെറ്റ ഈ വാട്സാപ്പ്, ഈ പറയുന്ന എന്താണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നീ പറയുന്ന കമ്പനികളുടെ എല്ലാം തന്നെ തലപ്പത്തിരിക്കുന്ന കമ്പനി ഏതാണത്? മെറ്റ എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റ കമ്പനി. മെറ്റയ്ക്ക് നേരെ പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്ന അമേരിക്കൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരിക്കാൻ വരുന്നത്? ന്യൂ മെക്സിക്കോ ആണ് വരുന്നത്. ഏതാണത്? ന്യൂ മെക്സിക്കോ ആണെന്നുള്ള. ന്യൂ മെക്സിക്കോ, അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ. അടുത്തത് ജോൺ ഡോ ഇൻജങ്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോൺ ഡോ ഇൻജങ്ഷൻ എന്താണ്? തെറ്റ് ചെയ്ത ആളുടെ ഐഡന്റിറ്റി അജ്ഞാതമാകുമ്പോൾ, ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണ്, പക്ഷേ അയാളുടെ ഐഡന്റിറ്റിയിൽ അല്ല അയാൾ തെറ്റ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കില്ല. അത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുടെ ഐഡന്റിറ്റി അജ്ഞാതമാവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു സാങ്കല്പിക പേരിൽ, ജോൺ ഡോ എന്ന് പറയുന്ന സാങ്കല്പിക പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ജോൺ ഡോ ഇൻജങ്ഷൻ എന്നറിയപ്പെടുന്നത്. അല്ലെ? പ്രധാനമായിട്ട് ഈ പറഞ്ഞ എന്തെങ്കിലും ദോഷം വരികയോ അല്ലെങ്കിൽ ദോഷം വരാൻ സാധ്യതയുള്ളത് ആണെങ്കിൽ, കുറ്റവാളി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, അജ്ഞാതരായിട്ടുള്ള വ്യക്തികൾ ആ ദോഷകരമായ പ്രവർത്തനം തുടരുന്നത് തടയാൻ വേണ്ടിയിട്ട് കോടതി എന്ത് പുറപ്പെടുവിക്കും? ജോൺ ഡോ ഇൻജങ്ഷൻ പുറപ്പെടുവിക്കും. കേരളത്തിൽ ഇന്ത്യയിൽ പൊതുവെ ഈ ജോൺ ഡോ ഇൻജങ്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് അശോക് കുമാർ ഓർഡർ എന്നുള്ളതാണ്. അല്ലെ? എന്താണത്? അശോക് കുമാർ ഓർഡർ എന്നുള്ളതാണ്. അല്ലെ? അപ്പം വ്യക്തിത്വ പകർപ്പവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജോൺ ഡോ ഇൻജങ്ഷൻ പുറപ്പെടുവിക്കുന്നത്. പ്രധാനമായിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനോ അല്ലെങ്കിൽ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? കോടതി അവരുടെ സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജോൺ ഡോ ഇൻജങ്ഷൻ പുറപ്പെടുവിക്കുന്നത്. അതായത് കുറ്റവാളിയായിട്ടുണ്ടായിരുന്ന വ്യക്തി തിരിച്ചറിയാൻ സാധിക്കപ്പെടാതെ പോവുകയോ അതേപോലെ തന്നെ അയാളുടെ ഐഡന്റിറ്റി അജ്ഞാതമാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് സാങ്കല്പിക പേരിൽ ജോൺ ഡോ ഇൻജങ്ഷൻ എന്ന് പറയുന്ന ഉത്തരവ് എന്ത് ചെയ്യുന്നത്? കോടതി പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് 2025 പാര ആർച്ചർ ഓഫ് ദി ഇയർ ആയ ഇന്ത്യൻ താരം ആരായിരുന്നു എന്നുള്ളതാണ്. 2025 പാര ആർച്ചർ ഓഫ് ദി ഇയർ ആരായിരിക്കാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ട് ഈ പറയുന്ന പാര ആർച്ചറിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു ആർച്ചറി എന്താണ് താരം മാത്രമേ ഉള്ളൂ. അവരുടെ പേര് ശീതൾ ദേവി എന്നുള്ളതാണ്. അല്ലെ? ശീതൾ ദേവി എന്നുള്ളതാണ്. ജമ്മു ആൻഡ് കാശ്മീർ സ്വദേശിയാണ്. ഓക്കെ അല്ലെ? അടുത്തത് ഡെങ്കിപ്പനി വാക്സിൻ ക്യൂഡെങ്ക വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ് എന്നുള്ളതാണ്. ക്യൂഡെങ്ക എന്ന് പറയുന്ന വാക്സിൻ വികസിപ്പിച്ചത് ടെക്കേഡെ എന്ന് പറയുന്ന കമ്പനിയാണ്. അല്ലെ? ടെക്കേഡെ എന്ന് പറയുന്ന കമ്പനിയാണ്. ജാപ്പനീസ് കമ്പനിയാണ്. ഡെങ്കിപ്പനിക്കെതിരായിട്ടാണ് വാക്സിൻ വികസിപ്പിച്ചത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇന്ത്യയിലേക്കും കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? അത് ഈ പറഞ്ഞ രീതി അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ജാപ്പനീസ് കമ്പനിയായിട്ടാണ് ടെക്കേഡെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഡെങ്കിപ്പനിക്കെതിരായിട്ടുണ്ടായിരുന്ന വാക്സിനേഷൻ ആയിരുന്നു ക്യൂഡെങ്ക എന്ന് പറയുന്നത്. വാക്സിൻ ആയിരുന്നു ക്യൂഡെങ്ക എന്ന് പറയുന്നത്. അല്ലെ? അടുത്തത് T20 മത്സര ക്രിക്കറ്റില് 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ ടീം. T20 ക്രിക്കറ്റില് 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ ടീം ഏതാണെന്നുള്ളത്. ഏതായിരിക്കാം വരിക? മുംബൈ ഇന്ത്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ശരിയായിട്ട് വരിക. അല്ലെ? ഏതാണത്? മുംബൈ ഇന്ത്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ്. അടുത്തത് നോക്കാം. അടുത്ത 2026 മയാമി ഓപ്പൺ വനിതാ സിംഗിൾസിൽ ജേതാവായിട്ടുണ്ടായിരുന്നത് ആരാണ്? 2026 മയാമി ഓപ്പൺസിൽ വനിതാ സിംഗിൾസിൽ ജേതാവായിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളത്. ആരായിരിക്കാം വരുന്നത്? ആരായിരിക്കാം? ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ ഒറ്റ ഒരാളെ വരത്തുള്ളൂ. ആരാണ് വരുന്നത്? ആര്യാന സബലങ്കി ആണ് വരുന്നത്. അല്ലെ? ആരാണ് വരുന്നത്? ആര്യാന സബലങ്കി. അടുത്തത് IIED ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതായിരുന്നു. എന്താണ് ഈ പറയുന്നത്? IIED ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലെ 1ാമത് നിൽക്കുന്ന രാജ്യം ഏതാണെന്നുള്ളത്. അതിന്റെ പേരെന്താണ്? ഐസ്ലൻഡ് എന്നുള്ളതാണ്. അല്ലേ? ഏതാണത്? ഐസ്ലൻഡ് എന്നുള്ളതാണ്. അടുത്തത് അടുത്ത ചോദ്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇവിടെ ASB അക്കാഡമിയിൽ നമ്മൾ ഈ പറയുന്ന 2026 അവസാനത്തോടു കൂടി തന്നെ വരാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് ബേസ്ഡ് ആയ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഈ പറയുന്ന ആൻസേഴ്സും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസും എല്ലാതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഒരുമിച്ച് ഈ പറയുന്ന രീതിയിൽ പഠിച്ചു പോകാനും പഠിച്ചു മുന്നേറാനും സാധിക്കുന്ന ഒരു കോഴ്സും കൂടിയാണ്. അതായത് 2027 പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു മുന്നേറാനും സാധിക്കുന്നു
പ്രത്യേകത. അതിലേക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യണം, തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വിവരങ്ങൾ അത് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യയുടെ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. ആരാണത്? ചഞ്ചലമായ മനസ്സുള്ളവൻ. അദ്ദേഹത്തിന്റെ പേരാണ് ചഞ്ചൽ കുമാർ എന്നുള്ളത്. ആരാണത്? ചഞ്ചൽ കുമാർ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഏറ്റവും പ്രായം കുറഞ്ഞ നേപ്പാൾ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുണ്ടായിരുന്ന നേപ്പാൾ പ്രധാനമന്ത്രി ആരായിരിക്കും? ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുണ്ടായിരുന്ന നേപ്പാളിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുണ്ടായിരുന്ന നേപ്പാളിലെ പ്രധാനമന്ത്രി ആരായിരിക്കാം? ഇത് ബാലേന്ദ്ര ഷായ് ആണ്. അല്ലെ, പറയുന്ന ബാലേന്ദ്ര ഷായ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കഴിഞ്ഞ വർഷങ്ങളിലായിട്ടാണ് ജെൻസി പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നത്. അല്ലെ, ജെൻസി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അവിടുത്തെ തൊട്ട് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന KP ശർമ്മ ഒലിക്ക്, അല്ലെ, KP ശർമ്മ ഒലിക്ക് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഭരണ അസ്ഥിരത ഉണ്ടാകുന്നു, അല്ലേ? പകരം അവിടുത്തെ നേപ്പാളിൽ തന്നെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന സുശീല കാർക്കി ഒരു ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആയിട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ബാലേന്ദ്ര ഷായെ വളരെ പ്രശസ്തനാണ്. കാരണം ഇന്ത്യക്കെതിരായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഇന്ത്യക്ക് നേരെ പ്രധാനമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായ വ്യക്തിയാണ് ഈ ബാലേന്ദ്ര ഷാ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡായിട്ട് അടുത്ത് കിടക്കുന്ന കുറച്ച് പ്രദേശങ്ങളെല്ലാം തന്നെ നേപ്പാളിന്റെ ടെറിട്ടറിയിലെ ഭാഗങ്ങളാണ്. നമ്മുടെ ഈ പറയുന്ന ടിബറ്റുമായിട്ട് പങ്കുവയ്ക്കുന്ന കുറെ പാസുകളെല്ലാം തന്നെ നേപ്പാളിലെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ എന്ത് സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ബാലേന്ദ്ര ഷാ. അപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്ന് പുള്ളി അങ്ങനെ മറക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഈ ബാലേന്ദ്ര ഷായാണ് എന്ത് ചെയ്യുന്നത്, ഇനി നേപ്പാളിലെ പ്രധാനമന്ത്രിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് എന്റെ വോട്ട് എന്റെ ശക്തി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ വോട്ട് എന്റെ ശക്തി ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രധാനമായിട്ടും വോട്ടിംഗ് പ്രോത്സാഹനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത്. വോട്ടിംഗ് പ്രോത്സാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന ഏപ്രിൽ 9 നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏപ്രിൽ 9 ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കുള്ള നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കുക, എന്റെ വോട്ട് എന്റെ ശക്തി പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? വോട്ടിംഗ് പ്രോത്സാഹനവുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തത് വ്യക്തിത്വ അവകാശ സംരക്ഷണത്തിനായിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച മലയാള നടൻ ആരാണെന്നുള്ളതാണ്. അല്ലെ, എന്താണത്? ഈ പറയുന്ന വ്യക്തിത്വ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്ന മലയാള നടൻ ആരായിരിക്കും? ആരായിരിക്കാം? അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ മോഹൻലാൽ. അല്ലെ, ആരാണത്? മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന്റെ വോയിസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഇതിൽ ഫ്രോഡ് പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് നടന്മാരുടെ പേര് വെച്ചിട്ട് ഈ പറയുന്ന ഫ്രോഡ് പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, അത് അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിക്കും. അല്ലെ, അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യും, അത് ബാധിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ജോൺ ഡോ ഇൻജങ്ഷൻ ഒക്കെ എന്ത് ചെയ്യുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ജോൺ ഡോ ഇൻജങ്ഷൻ ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇൻജങ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടുപോയി പറഞ്ഞിട്ടുണ്ടാകും ജോൺ ഡോ ഇൻജങ്ഷൻ എന്ത് ചെയ്യും, ഇവിടെ ബാധകമാകും. മനസ്സിലായോ? ഇവിടെ അത് ബാധകമാകും എന്നുള്ളതാണ്. അടുത്തത് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ മത്സരിക്കുന്ന ഏക ഇന്ത്യൻ താരം ആരാണെന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പ്രധാനമായിട്ടും ലോക ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ഗുഗേഷിന് എതിരായി മത്സരിക്കുന്ന ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ആരാണത്? അത് ആർ പ്രജ്ഞാനന്ദയാണ്. ഗുഗേഷിനെതിരായിട്ട് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ താരമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ആർ പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. അല്ലെ, ആരാണത്? ആർ പ്രജ്ഞാനന്ദ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യഘട്ട ഡിജിറ്റൽ സെൻസസ് ആരംഭിക്കുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യഘട്ട ഡിജിറ്റൽ സെൻസസ് ആരംഭിക്കുന്നത് എന്നാണെന്നുള്ളതാണ്. ആദ്യഘട്ട ഡിജിറ്റൽ സെൻസസ് എന്നായിരിക്കും പറയുന്നത്? 2026 ജൂൺ മാസത്തിലാണ്. അടുത്തത് റെയിൽവേ പുറത്തിറക്കിയ സ്ത്രീകൾക്കായിട്ടുള്ള പരാതി പരിഹാര ആപ്പ്. സ്ത്രീകളാണ്, അപ്പൊ അവരെന്ത് ചെയ്യണം, ഷൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അല്ലെ, ഈ പറയുന്ന സ്ത്രീകൾ എപ്പോഴും എന്ത് ചെയ്യണം, ഷൈൻ ചെയ്യണം എന്നുള്ളതാണ്. അല്ലെ, ഓക്കെ അല്ലെ, ഇവരിപ്പറയും പ്രകാശപൂരിതമായിരിക്കണം, അവരിപ്പോൾ വളരെ ഷൈൻ, അവരുടെ മുഖത്ത് നോക്കുന്ന നല്ല ഷൈൻ ഉണ്ടാവണം. അല്ലെ, അപ്പൊ എന്താണ്, അപ്പം റെയിൽവേ പുറത്തിറക്കിയ സ്ത്രീകൾക്കായിട്ടുള്ള പരാതി പരിഹാര ആപ്പാണ്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള പരാതി പരിഹാര ആപ്പാണ് ഷൈൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഷൈന്? എന്താണ് what do you mean by ഷൈൻ ചോദിച്ചാൽ എന്താന്ന് പറഞ്ഞത്? പ്രധാനമായിട്ടും സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ് എന്നുള്ളതാണ് ഈ പറയുന്ന ഷൈൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ്. ഇതാണ് സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ. ഫോർ എംപവർമെന്റ് എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഷൈൻ എന്ന വാക്കുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്, ഷൈൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഷൈൻ. സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ് എന്നുള്ളതാണ്. അവരെ ശാക്തീകരിക്കുക. അടുത്തത് ബാർബി ഡോൾ മോഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളതാണ്. ബാർബി ഡോൾ മോഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരായിരിക്കാം? മറ്റാരുമല്ല, സ്മൃതി മന്ദാനയാണ് അല്ലെ. കാരണം പ്രധാനമായിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് പേഴ്സൺസിനാണ് പൊതുവെ എന്ത് കൊടുക്കുന്നത്, ബാർബി ഡോൾ കൊടുക്കുന്നതാണ് അല്ലെ. പ്രധാന സ്ത്രീകൾക്ക്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റികളായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് അല്ലെ ഈ പറയുന്ന മറ്റൊരു സാധനമാണ് ഇപ്പോൾ ബാർബി ഡോൾ എന്ന് പറയുന്നത്. ബാർബി ഡോൾ മോഡൽ ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ്. അസഹ്യമായ ചൂട് അനുഭവപ്പെടുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ അസഹ്യമായ ചൂട് പകൽ സമയങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ആ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. ആ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ഡോം എന്ന് പറയുന്നത്. എന്താണത്? അതിന്റെ പേരാണ് ഹീറ്റ് ഡോം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹീറ്റ് ഡോം? നമ്മൾ ഇത് നോക്കി, സർഫസ് ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഉപരിതലമാണ്. ഉപരിതലത്തിലേക്ക് ഈ പറയുന്ന രീതിയിൽ സൂര്യന്റെ എന്ത് ചെയ്യുന്നുണ്ട്, രശ്മികൾ വന്ന് പതിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ വായു ചൂടാവുകയും അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യും. മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്ന വായുവിനെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡോം പോലെ നിൽക്കുന്ന ഹൈ പ്രഷർ ബെൽറ്റ് എന്ത് ചെയ്യും, താഴേക്ക് തള്ളും. അതായത് പൊതുവെ ഇതെല്ലാം തന്നെ മുകളിലേക്ക് ഉയർന്ന് അവിടെ ചെന്ന് തണുത്ത് എന്താണ് ഈ പറയുന്ന രീതിയിൽ താഴേക്ക് വരേണ്ട വായു മുകളിലേക്ക് പോവുകയും അവിടെ മുകളിൽ ഉണ്ടാകുന്ന ഹൈ പ്രഷർ എന്ത് ചെയ്യുന്നത്, താഴേക്ക് തള്ളുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കൂടുതൽ എന്ത് ചെയ്യും, ചൂട് അനുഭവപ്പെടും. കാരണം ഓൾറെഡി ഇങ്ങനെ ചൂടായതുകൊണ്ടാണ് മേപ്പോട്ട് വായു ഉയരുന്നത്. അത് മുകളിൽ നിന്ന് തണുക്കേണ്ടതാണ്, പക്ഷെ തണുക്കുന്നില്ല. പകരം എന്താണ്, പ്രഷർ ചെലുത്തി താഴേക്ക് തന്നെ വിടുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രമാതീതമായ ചൂട് അനുഭവപ്പെടുന്നു. കാരണം 35 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അന്തരീക്ഷ താപനിലയെങ്കിൽ ഈ ഡോം എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിക്കുന്നതിലൂടെ അത് 42 എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, ഉയരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു ആഘാതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മേഘത്തിന്റെ രൂപീകരണം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. മേഘരൂപീകരണം ഇല്ലാതാകുന്നു. കാരണം തണുത്താൽ മാത്രമേ മേഘരൂപീകരണം ഉണ്ടാകത്തുള്ളൂ. തണുക്കുന്നില്ല, അതുകൊണ്ട് മേഘരൂപീകരണമില്ല. അടുത്തത് ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി ആരാണെന്നുള്ളതാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി എന്ന് പറയുന്നത് ആരായിരിക്കാം? ധീരതയുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേരാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് എന്ന് പറയുന്നത്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് എന്ന് പറയുന്നത് അല്ലെ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ്. വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ് ആരെന്ന് പറയുന്നത്, ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്ന ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. അല്ലെ. ഈ പറയുന്ന ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ കരസേനയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. മറ്റൊരു കാര്യം ഓർക്കുക, 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യത്താണെന്നുള്ളതാണ്. 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്, ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? മംഗോളിയയിലെ ഉലാൻ ബാദറിൽ വെച്ചാണ്. ഉലാൻ ബാദറിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മംഗോളിയയിലെ ഉലാൻ ബാദറിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം, ആർട്ടമിസ് 2 ദൗത്യത്തിലെ ഏക വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണെന്നുള്ളതാണ്. ആർട്ടമിസ് 2 ദൗത്യം പ്രധാനമായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്ന ദൗത്യമാണ് ആർട്ടമിസ് 2 ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. ചന്ദ്രന്റെ ഈ പറയുന്ന ഒരു ആകർഷണ മണ്ഡലം മാത്രം ഒന്ന് ചുറ്റി വരുത്തിയുള്ളൂ അല്ലെ. ആ ഗുരുത്വാകർഷണ ആ ഒരു ഭാഗം മാത്രം ചുറ്റി വരിക എന്നുള്ള മാത്രമാണ് ആർട്ടമിസ് 2 ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത വർഷങ്ങളിൽ മറ്റും ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആർട്ടമിസ് 3 ദൗത്യത്തോടു കൂടി തന്നെയായിരിക്കും അവർ ഈ ചന്ദ്രനിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ആർട്ടമിസ് 2 ദൗത്യത്തിൽ പ്രധാനമായിട്ടും പങ്കാളികളാവുന്നത് 4 പേരാണ്. ഒന്ന് റീഡ് വെയ്സ്മാന്, മറ്റൊന്നാണ് ആരെന്ന് പറയുന്നത് വിക്ടർ ഗ്ലോവർ, മറ്റൊന്നാണ് ജെറമി ഹാൻസന്, നാലാമതായിട്ടാണ് ആരെന്ന് പറയുന്നത് ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്ന ഒരേ ഒരു സ്ത്രീ അല്ലെ. ക്രിസ്റ്റീന കോച്ച്, റീഡ് വെയ്സ്മാന്, വിക്ടർ ഗ്ലോവർ, ജെറമി ഹാൻസൺ, ഈ പറയുന്ന 4 പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഓക്കെ സെറ്റ് അല്ലേ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം നമുക്ക്.
അടുത്ത എന്താണ്? അടുത്തത് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുന്ന ജഡ്ജി ആരാണെന്നുള്ളതാണ്. കേരള ഹൈക്കോടതിയിൽ നിന്ന് അടുത്തിടെ വിരമിച്ചിട്ടുണ്ടായിരുന്ന ജഡ്ജി ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റിസ് എൻ നഗരേഷ് എന്ന് പറയുന്നത്, അല്ലെ? ജസ്റ്റിസ് എൻ നഗരേഷ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഡിജിറ്റൽ ട്വിൻ സംരംഭം ആരംഭിച്ച തുറമുഖം ഏതാണെന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ട്വിൻ സംരംഭം ആരംഭിച്ച തുറമുഖം ഏതാണെന്നുള്ളതാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് തുറമുഖത്തിന്റെ പേര്. മറ്റൊന്നുമല്ല, വി.ഒ. ചിദംബരം പോർട്ട്. വി.ഒ. ചിദംബരം പോർട്ട് പണ്ടത്തെ പേര് ട്യൂറ്റിക്കോറിൻ പോർട്ട്. പ്രധാനപ്പെട്ട 13 മേജർ തുറമുഖങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 13 മേജർ തുറമുഖങ്ങളിൽ ഒന്നാണ് വി.ഒ. ചിദംബരം പോർട്ട് എന്നറിയപ്പെടുന്ന പണ്ടത്തെ ട്യൂറ്റിക്കോറിൻ പോർട്ട്. പിന്നെ തൂത്തുക്കുടിയായി മാറി ഇപ്പോഴത്തെ ചിദംബരം പോർട്ട്, അല്ലെങ്കിൽ വി.ഒ. ചിദംബരം പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്, അല്ലെ? ഇതാണ് 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. എണ്ണം നോക്കുകയാണെങ്കിൽ 442 ഗ്രഹങ്ങളാണ്, ഉപഗ്രഹങ്ങളാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളത്. വ്യാഴത്തിന് പുതുതായിട്ട് 4 ഉപഗ്രഹങ്ങളാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സാറ്റേണിന്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ശനിക്ക് 11 ഉപഗ്രഹങ്ങളെയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി എടുത്ത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ 442 ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ സൗരയൂഥത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ ഇപ്പൊ എല്ലാം കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ അല്ലെ മുന്നിൽ നിൽക്കുന്ന ഉപഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശനിയാണ്. ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ്. 285 ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് ശനിക്കുള്ളത്. ഇനി വ്യാഴം നോക്കുകയാണെങ്കിൽ വ്യാഴമാണ് 2ാം സ്ഥാനത്തുള്ളത്. വ്യാഴത്തിന് 101 ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ ഉള്ളത്. 101 ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത്. അത് 2ാം സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത് വ്യാഴം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ 2026 മാർച്ച് കണക്ക് പ്രകാരം സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 442. BMCയുടെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. BMC എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പണക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഈ BMC എന്ന് പറയുന്നത്. ഓക്കെ, ബോംബെയിലെ സ്ഥലമാണ്. ബോംബെ ഈ പറയുന്ന എന്താണ് മുനിസിപ്പാലിറ്റിയാണ് സ്ഥലം. ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ താമസിക്കുന്നത്, ഈ പറയുന്ന കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണെന്നുള്ളതാണ് അശ്വനി ഫിഡെ എന്നുള്ളതാണ് അവരുടെ പേര്. അവരറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് മെട്രോ വുമൺ എന്നുള്ളതാണ്. മെട്രോ വുമൺ എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ടൈറ്റ്സ് ഓഫ് ടൈം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ്. ടൈറ്റ്സ് ഓഫ് ടൈം പ്രധാനമായിട്ട് പറയുന്ന പാർലമെന്റ് മന്ദിരത്തിലെ ഇപ്പൊ സംവിധാന സദനിലെ എന്താണ് മ്യൂറൽ പെയിന്റിങ്സിനെ കുറിച്ച് സുധാമൂർത്തി എഴുതിയിട്ടുണ്ടായിരുന്ന എന്താണ് ഒരു പുസ്തകമാണ് ടൈറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ പറയുന്ന സിന്ധു നദിയുടെ സംസ്കാരം മുതൽ ഇങ്ങോട്ട് ദണ്ഡി മാർച്ച് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളതാണ്. അടുത്തത് സമ്രാട്ട് സമ്പാദി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. അത് എവിടെയാണ് ചോദിച്ചാൽ അത് ഗാന്ധി നഗറിലാണ്, ഗുജറാത്തിലാണ് എന്നുള്ളതാണ്. ഗാന്ധിനഗർ ഗുജറാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശോകന്റെ ഗ്രാൻഡ്സൺ, അശോകൻ ഒരു ബുദ്ധിസ്റ്റ് ഫോളോ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഒരു രാജാവായിരുന്നു അശോകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മക്കളായിട്ടുണ്ടായിരുന്ന മഹേന്ദ്രനെ സംഘമിത്രയും അദ്ദേഹം എങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്, ഈ പറയുന്ന മറ്റു സ്ഥലങ്ങളിലേക്ക് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺസ്, കൊച്ചുമക്കളായിട്ടുണ്ടായിരുന്ന വ്യക്തികളെ പ്രധാനമായിട്ട് എന്തിനെ ഫോളോ ചെയ്തു വന്നു, ഒരു ജൈനിസത്തിനെ ഫോളോ ചെയ്തു എന്നുള്ളതാണ്, അല്ലെ? ജൈനിസത്തിനെ ഫോളോ ചെയ്തു. അപ്പം ദശരഥനും സാമ്പ്രാതി എന്ന് പറയുന്നതാണ് 2 പ്രധാനപ്പെട്ട ഗ്രാൻഡ് സൺസ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ജൈനിസത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് സാമ്രാട്ട് സമ്പ്രാതി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ജെയിൻ അശോക എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സാമ്രാട്ട് സമ്പ്രാതി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് വരുന്ന മ്യൂസിയം വരുന്നത് എവിടെയാണ്? ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. അടുത്തത് ട്രൂ സൈബർ ശക്തി എന്നാൽ എന്താണെന്നുള്ളതാണ്. ട്രൂ സൈബർ ശക്തി ട്രൂ കോളറും വനിതാ സംരക്ഷണ ഈ പറയുന്നതാണ് ദേശീയ വനിതാ കമ്മീഷനും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സൈബർ സുരക്ഷ ടൂൾ കിറ്റ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രൂ സൈബർ സഖി എന്ന് പറയുന്നത്. ട്രൂ സൈബർ സഖി. അടുത്തത് ഗംഗോത്രി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഗംഗോത്രി നാഷണൽ പാർക്ക് എവിടെയായിരിക്കാം? ഗംഗോത്രി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗംഗ ഉത്ഭവിക്കുന്നത് അളകനന്ദ ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഉത്തരകാശിയിലാണ് ഈ പറയുന്ന ഗംഗോത്രി നാഷണൽ പാർക്ക് ഉള്ളത്. വിന്റർ സീസൺ കഴിഞ്ഞ് മഞ്ഞുരുകിന് ശേഷം ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു, അതാണ് പ്രത്യേകത. അടുത്തത് സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വൊസ്നിയാക്കും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി ഏതാണെന്നുള്ളതാണ്. ഏതാണത്?
അത് ഏതാണ്? അതിന്റെ പേരാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഏതാണത്? ആപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത് ടിം കുക്കായിരുന്നു, CEO എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം, ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഫിഫയുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ആണ് 1-ാം സ്ഥാനത്ത്. തൊട്ട് മുമ്പ് 1-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സ്പെയിൻ ഇപ്പോൾ 2-ാം സ്ഥാനത്താണ്. തൊട്ട് മുമ്പ് ലോക ചാമ്പ്യനായിട്ട് ഉണ്ടായിരുന്ന അർജന്റീന ഇപ്പൊ എന്താണ്? 3-ാം സ്ഥാനത്താണ്. ഏഷ്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ 1-ാമത് നിൽക്കുന്ന ജപ്പാനാണ്, 2-ാമത് ഇറാനാണ്, 3-ാമത് കൊറിയയാണ്. ഇനി ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ തൊട്ട് മുമ്പ് 141-ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യ 136-ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു? ഉയർന്നു എന്നുള്ളതാണ്. 136-ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു? ഇന്ത്യ ഉയർന്നു. 141-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. അടുത്ത് നമുക്ക് നോക്കാം, ഇൻഡിഗോയുടെ പുതിയ മേധാവി ആരാണെന്നുള്ളതാണ്. ഇൻഡിഗോയുടെ പുതിയ മേധാവി, അദ്ദേഹം ബ്രിട്ടീഷ് എയർവേസിന്റെ ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് വില്യം വാഷ് എന്ന് പറയുന്നത്. അല്ലേ, ആരാണത്? വില്യം വാഷ് എന്ന് പറയുന്നത്. വില്യം വാഷ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് കുറച്ച് ചോദ്യങ്ങൾ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ പറയുന്ന വരാൻ പോകുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ മിഷൻ LDC 2027 പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? പഠിച്ച് പോകാനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം ഉപകാരപ്രദമായി ഞാൻ കരുതുകയാണ്. കാരണം ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിച്ചുകൊണ്ട് പറ്റും. ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ അധികം പറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ പറഞ്ഞു പോയിട്ടില്ല. ഓക്കെ, ഇത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മിഷൻ LDCക്ക് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യും? സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 9995467246 നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീണ്ടും കാണാം. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റായിട്ട് അറിയിക്കുക. താങ്ക് യു. ബൈ.